ഹായ് ഹലോ നമസ്കാരം. സഹകാരി റൈസ് പ്ലസിന്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ ഈ വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഫാക്റ്റാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇനി വരുന്ന എക്സാമിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ലോക്സഭാ ഇലക്ഷൻ 2024 എത്രാമത് ലോക്സഭാ ഇലക്ഷനാണ് ഈ 2024 നടന്നത്? എത്രാമതാണ്? 18ാമതാണ്. കഴിഞ്ഞൊരു ചോദ്യം ചോദിച്ചിരുന്നു, എത്രാമത് ലോക്സഭാ ഇലക്ഷനാണ് നടന്നത്? എത്രാമതാണ്? 18ാമതാണ്. 17ാമത് ലോക്സഭയുടെ അവസാന സമ്മേളനം നടന്നത് 2024 ഫെബ്രുവരി 10-നാണ്. ഓർത്തിരിക്കുക, ഇപ്പോൾ നടന്നത് 18ാമത് ലോക്സഭാ ഇലക്ഷനാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ 17ാമത് ലോക്സഭയുടെ അവസാന സമ്മേളനം നടന്നത് എന്നാണ്? 2024 ഫെബ്രുവരി 10-നാണ്. 7 ഘട്ടങ്ങളിലായാണ് നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ നടന്നത്. എത്ര ഘട്ടങ്ങളിലായിട്ടാണ്? 7. അങ്ങനെയെങ്കിൽ നമ്മൾ കേരളത്തിലുള്ളവര് എത്രാമത്തെ ഘട്ടത്തിലാണ് പോയി വോട്ട് ചെയ്തത്? 1 ആണോ 2 ആണോ 3 ആണോ? എത്രയാണ്? 2 ആണ്. നമ്മൾ വോട്ട് ചെയ്തത് 2ാം ഘട്ടത്തിലാണ്. അതായത് കേരളത്തിൽ 2ാം ഘട്ടത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത്. കേരളത്തിൽ എത്രാമതായിരുന്നു? 2ാം ഘട്ടത്തിലായിരുന്നു. ആദ്യ ഘട്ടം നടന്നത് 2024 ഏപ്രിൽ 19-നാണ്. തുടങ്ങിയത് എന്നാണ്? ഏപ്രിൽ 19-നാണ്. 2024 ഏപ്രിൽ 19-നാണ് ആദ്യഘട്ടം നടന്നത്. കേരളത്തിലെ വോട്ടിംഗ് ശതമാനം എത്രയായിരുന്നു? കേരളത്തിൽ മൊത്തം 71.27% വോട്ട് രേഖപ്പെടുത്തി. കേരളത്തിന്റെ വോട്ടിംഗ് ശതമാനം 71.27. ഇന്ത്യയുടെ വോട്ടിംഗ് ശതമാനം, ഇന്ത്യയുടെ ആകെ മൊത്തം വോട്ടിംഗ് ശതമാനം 65.79%. എത്രയായിരുന്നു? 65.79%. 85 വയസ്സ് കഴിഞ്ഞ പൗരന്മാർക്ക് വോട്ട് ഫ്രം ഹോം ഉണ്ടായിരുന്നു. അപ്പോൾ 85 വയസ്സ് കഴിഞ്ഞ് നമ്മുടെ അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും ഒക്കെ എങ്ങനെ വോട്ട് ചെയ്യായിരുന്നു? വീട്ടിൽ വന്ന് അവർ വോട്ട് എടുക്കുമായിരുന്നു. വോട്ട് ഫ്രം ഹോം ഉണ്ടായിരുന്നു. പണ്ടൊക്കെ നമ്മൾ കാണാറുണ്ട്, ഇലക്ഷൻ ടൈമിൽ വയ്യാത്ത അമ്മൂമ്മേനെയൊക്കെ വണ്ടിയിലൊക്കെ കയറ്റി കൊണ്ടുപോയി വോട്ട് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇത്തവണ അതൊന്നും വേണ്ടായിരുന്നു. 85 വയസ്സ് കഴിഞ്ഞ പൗരന്മാർക്ക് വോട്ട് ഫ്രം ഹോം ഉണ്ടായിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല എവിടെയാണ്? മലപ്പുറമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ലയാണ് മലപ്പുറം. അങ്ങനെയെങ്കിൽ ഏറ്റവും കുറവ് എവിടെയാണ്? നമ്മുടെ വയനാടാണ്. നമ്മുടെ വയനാടാണ് ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ജില്ല. ഏറ്റവും കൂടുതൽ മലപ്പുറം. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് മലപ്പുറത്താണ്. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയ മണ്ഡലം എവിടെയാണ്? വടകര. മലപ്പുറമല്ല, വടകര കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിലെ വടകര മണ്ഡലത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത്. അങ്ങനെയെങ്കിൽ ഏറ്റവും കുറവ് വോട്ട് രേഖപ്പെടുത്തിയത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറവ് വോട്ട് രേഖപ്പെടുത്തിയത്. കേരളത്തിലെ ആകെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 20 ആകെ ലോകസഭാ മണ്ഡലങ്ങൾ 20. കേരളത്തിൽ ആകെ 20 ലോകസഭാ മണ്ഡലങ്ങളാണുള്ളത്. ലോകസഭയിൽ വോട്ടെണ്ണൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ ലോകസഭാ ഇലക്ഷന്റെ വോട്ടെണ്ണൽ നടന്നത് എന്നാണ്? 2024 ജൂൺ 4-നാണ്. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ നടന്നത്. 3ാമത് നരേന്ദ്രമോദി സർക്കാരാണ് നിലവിൽ വന്നത്. നമ്മൾ എന്തെന്നറിയപ്പെടുന്നു? മോദി 3.0 എന്നൊക്കെ പറയില്ലേ, എന്താണത്? 3ാമത് നരേന്ദ്രമോദി സർക്കാരാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇന്ത്യയിലെ ആകെ ലോകസഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 545 ആണ്. ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഇന്ത്യയിലെ ആകെ ലോകസഭാ സീറ്റുകളുടെ എണ്ണം 545 ആണ്. പക്ഷേ ഈ 545 സീറ്റുകളിലും എന്ത് നടക്കാറില്ല? ഇലക്ഷൻ നടക്കാറില്ല. എത്ര സീറ്റുകളിലാണ്? 543 സീറ്റുകളിലാണ് ഇലക്ഷൻ നടന്നത്. അപ്പോൾ ചോദ്യം ഇങ്ങനെയും വരാം, എത്ര സീറ്റുകളിലേക്കാണ് ലോകസഭാ ഇലക്ഷൻ അല്ലെങ്കിൽ ലോകസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 543 സീറ്റുകളിലേക്കാണ്. 545 സീറ്റുകളിലേക്കല്ല ഇലക്ഷൻ നടന്നത്, 543 സീറ്റുകളിലേക്കാണ്. ഈ 2 സീറ്റ് എവിടെ നിന്ന് വന്നു? ഈ 2 സീറ്റ്
നാമനിർദ്ദേശം ചെയ്യുന്നവരാണ്. 2 പേരെ രാഷ്ട്രപതി ലോകസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അതാണ് ആ 2. രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ സഖ്യം 234 സീറ്റുകളാണ് നേടിയത്. അപ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ സഖ്യം INC മറ്റു ചില പാർട്ടികളും ചേർന്ന് ഇന്ത്യ സഖ്യം എന്നാണ് അറിയപ്പെട്ടത്. അപ്പോൾ ആ ഇന്ത്യ സഖ്യം 234 സീറ്റുകളാണ് നേടിയത്. ബാക്കിയുള്ളവർ 17 സീറ്റുകൾ നേടി. നിലവിൽ ലോക്സഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന സമ്പ്രദായം ഇല്ല. 543 തന്നെയാണ് നിലവിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം. 543 സീറ്റുകളിലേക്ക് തന്നെയാണ് ഇലക്ഷൻ നടന്നതും. ഈ 2 സീറ്റ് ഇപ്പോൾ ഇല്ല. നമ്മൾ എന്താണ്, രാജ്യസഭയിലേക്ക് മാത്രമാണ് രാഷ്ട്രപതി ഇപ്പോൾ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ സഖ്യം 234 സീറ്റുകൾ നേടി. ബാക്കിയുള്ളവർ, അതായത് മറ്റുള്ളവ എന്നൊരു ലിസ്റ്റിൽ 17 സീറ്റുകളും പോയിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയത് രാഹുൽ ഗാന്ധിയാണ്. വയനാട് നിന്നാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു ഉയർന്ന ഭൂരിപക്ഷം നേടിയത്. രാഹുൽ ഗാന്ധിയുടെ ലോകസഭാ മണ്ഡലങ്ങൾ, അപ്പോൾ രാഹുൽ ഗാന്ധി നിലവിൽ വയനാട് MP ആണ്. എന്നിരുന്നാൽ കൂടിയും അദ്ദേഹം വയനാട് എടുത്തിട്ടില്ല. 2 മണ്ഡലങ്ങളിൽ നിന്ന് രാഹുൽ ഗാന്ധി മത്സരിച്ചിട്ടുണ്ട്. ഒന്ന് വയനാടും മറ്റൊന്ന് ഏതാണ്, റായി ബറേലിയാണ്. വയനാടും റായി ബറേലിയുമാണ് രാഹുൽ ഗാന്ധിയുടെ ലോകസഭാ മണ്ഡലങ്ങൾ. കേരളത്തിൽ, നമ്മുടെ കേരളത്തിലെ ലോക്സഭാ ഇലക്ഷനിൽ CPM-ൽ നിന്നും വിജയിച്ച ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. ആരാണ്? K രാധാകൃഷ്ണൻ. നമ്മുടെ ദേവസ്വം മന്ത്രി ആയിരുന്ന K രാധാകൃഷ്ണനാണ് കേരളത്തിൽ CPM-ൽ നിന്നും വിജയിച്ച, ലോക്സഭ ഇലക്ഷനിൽ വിജയിച്ച ഏക വ്യക്തി. അദ്ദേഹം വിജയിച്ചത് എവിടെ നിന്നാണ്? ആലത്തൂർ നിന്നാണ്. ആലത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് നമ്മുടെ K രാധാകൃഷ്ണൻ ലോകസഭയിലേക്ക് തിരഞ്ഞെടുത്തത്. കൊടിക്കുന്നിൽ സുരേഷ് 8ാമത്തെ തവണയാണ് ലോക്സഭാ അംഗമാകുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ ലോകസഭാ അംഗമാകുന്ന വ്യക്തിയാണ് കൊടിക്കുന്നിൽ സുരേഷ്. എത്രാമത്തെ തവണയാണിത്? 8ാമത്തെ തവണയാണ്. 8ാമത്തെ തവണയാണ് ലോകസഭാ അംഗമായത്. ഇന്ത്യ അപ്പോയിന്റ്മെന്റ്സ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, ഈ കഴിഞ്ഞ ലോക്സഭാ സ്പീക്കർ ഇലക്ഷനിൽ ഓം ബിർളയ്ക്ക് എതിരായിട്ട് മത്സരിച്ച വ്യക്തിയാണ് ആര്? കൊടിക്കുന്നിൽ സുരേഷ്. INC-യുടെ മെമ്പറായിട്ടാണ് മത്സരിച്ചതെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. മാവേലിക്കരയാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ മണ്ഡലം. സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലവും കൂടി ഓർത്തിരിക്കുക. മാവേലിക്കരയാണ്. കൊടി മാവിൽ കുത്തിയെന്ന് ഓർത്താൽ മതി. കൊടിക്കുന്നിൽ സുരേഷിന്റെ മണ്ഡലം ഏതാണ്? മാവേലിക്കര. കൊടി മാവിലാണ് കുത്തിയത്. കൊടിക്കുന്നിൽ സുരേഷിന്റെ മണ്ഡലം മാവേലിക്കര. സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിച്ച വ്യക്തി ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹത്തിന്റെ മണ്ഡലവും ഓർത്തിരിക്കുക. കൊടി മാവിൽ കുത്തി. അപ്പോൾ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ ലോകസഭാ അംഗമാകുന്ന വ്യക്തി എന്ന റെക്കോർഡ് കൊടിക്കുന്നിൽ സുരേഷിനാണ്. എത്രാമത്തെ തവണയാണിത്? 8ാമത്തെ തവണയാണ്. കേരളത്തിൽ നിന്നുള്ള MP-മാരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്താണ്? കേരളത്തിൽ നിന്നുള്ള MP-മാരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? E.T. മുഹമ്മദ് ബഷീർ. മലപ്പുറത്ത് നിന്നും E.T. മുഹമ്മദ് ബഷീർ ആണ് കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രായം കൂടിയ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഹൈബി ഈഡൻ. ആരാണ്? ഹൈബി ഈഡൻ. എറണാകുളത്തിൽ നിന്നുമാണ്. എറണാകുളം മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ഹൈഡി ഈഡൻ ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. കേരളത്തിൽ നിന്നുള്ള ആദ്യ BJP MP ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ BJP MP ആണ്. ഓർത്തിരിക്കുക, കൺഫ്യൂസ്ഡ് ആവരുത്. അടുത്ത പോയിന്റ് നോക്കുക. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ NDA MP ആരാണ്? PC തോമസ് ആണ്. PC തോമസ് 2018 മൂവാറ്റുപുഴയിൽ നിന്നും വിജയിച്ചു. NDA. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ NDA MP എന്ന് പറയുന്നത് PC തോമസ് ആണ്. 2018 അദ്ദേഹം മൂവാറ്റുപുഴയിൽ നിന്നാണ് വിജയിച്ചത്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ BJP MP ആണ് സുരേഷ് ഗോപി. നമുക്ക് അറിയാം BJP-യുടെ ഒരു സഖ്യമാണ് NDA എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് NDA MP എന്ന് കാണുമ്പോൾ NDA BJP അല്ലേ എന്നും പറഞ്ഞ് നേരെ പോയി സുരേഷ് ഗോപി കർപ്പിക്കരുത്.
സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള ആദ്യ BJP MP ആണ്. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ NDA MP എന്ന് പറയുന്നത് PC തോമസ് ആണ്. ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം നമുക്കറിയാം UP. ഒരു വെപ്പ് തന്നെയുണ്ട്. എന്താണത്? UP പിടിച്ചാൽ ഇന്ത്യ ഭരിക്കാം. അപ്പോൾ 80 ലോക്സഭാ മണ്ഡലങ്ങളാണ് എവിടെയുള്ളത്? ഉത്തർപ്രദേശിലുള്ളത്. എന്താണ്? 80 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉത്തർപ്രദേശിലുള്ളത്. രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്. പക്ഷെ അത് ഒരുപാട് കുറവാണ്, 48 ആണ്. 48 ലോക്സഭാ മണ്ഡലങ്ങളാണ് മഹാരാഷ്ട്രയിലുള്ളത്. ഏറ്റവും കുറവ്, അതായത് ഒരൊറ്റ ലോക്സഭാ മണ്ഡലമുള്ള സംസ്ഥാനങ്ങളാണ് മിസോറാം, നാഗാലാൻഡ്, സിക്കിം. ഏതൊക്കെയാണ്? സിക്കിം, നാഗാലാൻഡ്, മിസോറാം. ഏറ്റവും കുറവ് ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനങ്ങളാണ് സിക്കിം, നാഗാലാൻഡ്, മിസോറാം. ഇവർക്ക് 3 പേർക്കും ഒറ്റ ലോക്സഭാ മണ്ഡലമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ 2 ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? എത്രയാണ്? 2 ലോക്സഭാ മണ്ഡലങ്ങൾ. അരുണാചൽ പ്രദേശ്, ഗോവ, മണിപ്പൂർ, മേഘാലയ, ത്രിപുര. അപ്പോൾ 2 ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനങ്ങളാണ് അരുണാചൽ പ്രദേശ്, ഗോവ, മണിപ്പൂർ, മേഘാലയ, ത്രിപുര. 1 ലോക്സഭാ മണ്ഡലമുള്ള സംസ്ഥാനങ്ങളാണ് സിക്കിം, നാഗാലാൻഡ്, മിസോറാം. ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഡൽഹിയാണ്. ഡൽഹിയിൽ 7 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് UP ആണ്. അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. ഡൽഹിയിൽ 7 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. ഏറ്റവും കൂടുതൽ നോട്ട വോട്ടുകൾ ലഭിച്ച മണ്ഡലം ഏതാണ്? നോട്ട വോട്ടുകൾ, ഏറ്റവും കൂടുതൽ നോട്ട വോട്ടുകൾ ലഭിച്ചത് ഇൻഡോർ ആണ്. ഇൻഡോർ, മധ്യപ്രദേശിലെ ഇൻഡോർ ആണ് ഏറ്റവും കൂടുതൽ നോട്ട വോട്ടുകൾ ലഭിച്ച മണ്ഡലം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നോട്ട വോട്ടുകൾ ലഭിച്ച മണ്ഡലം ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആലത്തൂരാണ്. ആലത്തൂരാണ് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ നോട്ട വോട്ടുകൾ ലഭിച്ച മണ്ഡലം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാറിയത് BJP ആണ്. ഇത് നമുക്ക് തെറ്റില്ല. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷി BJP. നിലവിൽ കേന്ദ്ര മന്ത്രിസഭയിലെ ഏക ക്രൈസ്തവ മന്ത്രിയാണ് ജോർജ് കുര്യൻ. കോട്ടയത്ത് നിന്നുള്ള ആളാണ് നമ്മുടെ ജോർജ് കുര്യൻ. അദ്ദേഹമാണ് നിലവിലെ കേന്ദ്ര മന്ത്രിസഭയിലെ ഏക ക്രൈസ്തവ മന്ത്രി എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് മൊബൈൽ ആപ്പുകൾ നോക്കാം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന കുറച്ച് മൊബൈൽ ആപ്പുകളാണ്. അതിലൊന്ന് വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. എന്താണ്? വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. എന്താണ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ്? തിരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം വേഗത്തിൽ ജനങ്ങളെ അറിയിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച മൊബൈൽ ആപ്പാണ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. എന്തിനാണ്? തിരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനം ജനങ്ങളിൽ വേഗത്തിൽ എത്തിക്കുന്നതിനായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ആരംഭിച്ച ഒരു മൊബൈൽ ആപ്പാണ് ഏത്? വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. അടുത്തത് സക്ഷം ആപ്പ്. എന്താണ് സക്ഷം? ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി വേണ്ടിയുള്ള ഒരു ആപ്പാണ് സക്ഷം. നമ്മൾ അവരുടെ കൂടെ ഉണ്ട് എന്ന് കാണിക്കാനാണ് സക്ഷം ആപ്പ്. ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിന്. അടുത്തത് ഏതാണ്? സുവിധ പോർട്ടൽ. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകുന്ന അനുമതികളുടെയും നോമിനേഷനുകളുടെയും സ്റ്റാറ്റസ് ലഭ്യമാക്കുന്നതിനുള്ള പോർട്ടലാണ് സുവിധ പോർട്ടൽ. എന്താണ്? തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകുന്ന ചില അനുമതികളുണ്ട്. അവർക്ക് ഇതൊക്കെ ചെയ്യാം എന്ന രീതിയിൽ ചില അനുമതികൾ നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള അനുമതികളുടെയും പിന്നെന്താണ് അവരുടെ നോമിനേഷനുകളുടെയും സ്റ്റാറ്റസ് ലഭ്യമാക്കുന്നതിനുള്ള പോർട്ടലാണ് എന്ത്? സുവിധ പോർട്ടൽ. അടുത്തത് സി വിജിൽ ആപ്പ്. എന്താണ് സി വിജിൽ? തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കുന്നതിനുള്ള ഒരു ആപ്പാണ് സി വിജിൽ ആപ്പ്. എന്താണ്? തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കുന്നതിനുള്ള ഒരു ആപ്പാണ്
സി വിജിൽ ആപ്പ്. അടുത്തത് എൻകോർ ആപ്പ്. എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻകോർ ആപ്പ്. എന്തിനു വേണ്ടി? ലോകസഭാ തിരഞ്ഞെടുപ്പ് നടപടിക്രമവുമായി ബന്ധപ്പെട്ട് നോഡൽ ഓഫീസർമാരെ ഉടനടി നടപടിയെടുക്കാൻ അനുവദിക്കുന്ന ആപ്പ്. എന്താണ്? തിരഞ്ഞെടുപ്പ് നടപടിക്രമവുമായി ബന്ധപ്പെട്ട് നോഡൽ ഓഫീസർമാർക്ക്, അപ്പോൾ ഈ നടപടിക്രമവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും അപാകതകളോ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യാം? നോഡൽ ഓഫീസർമാർക്ക് ഉടനടി നടപടി എടുക്കാനായിട്ട് അനുമതി നൽകുന്ന ആപ്പാണ് ഏത്? എൻകോർ ആപ്പ്. എന്താണ് എൻകോർ ആപ്പ്? ലോകസഭാ തിരഞ്ഞെടുപ്പ് നടപടിക്രമവുമായി ബന്ധപ്പെട്ട് നോഡൽ ഓഫീസർമാരെ ഉടനടി നടപടിയെടുക്കാൻ അനുവദിക്കുന്ന ആപ്പാണ് എൻകോർ ആപ്പ്. നോ യുവർ കാൻഡിഡേറ്റ്. നിങ്ങളുടെ കാൻഡിഡേറ്റിനെ അറിയൂ. നോ യുവർ കാൻഡിഡേറ്റ്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ എന്നറിയാനാണ് എന്ത്? നോ യുവർ കാൻഡിഡേറ്റ്. നിങ്ങളുടെ കാൻഡിഡേറ്റിന് എന്തെങ്കിലും ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ എന്നറിയുവാനായിട്ട് ഉപയോഗിക്കുന്ന ആപ്പാണ് ഏത്? നോ യുവർ കാൻഡിഡേറ്റ്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ എന്നറിയാനുള്ള ആപ്പാണ് നോ യുവർ കാൻഡിഡേറ്റ്. ഇത്രയുമാണ് 2024 തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ. അപ്പോൾ ഇതൊന്നും നമുക്ക് വിട്ടുകളയാൻ പറ്റുന്നതല്ല. എല്ലാവരും എല്ലാം വളരെ കൃത്യമായും വ്യക്തതയോടും കൂടി തന്നെ പഠിച്ചിരിക്കുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്